നോക്കണമൊന്നുമില്ല. അവിടെ നിന്ന് കുളിച്ചേട്ടാ. അധികം പടിഞ്ഞാട്ട് പോണ്ടേട്ടാ, കയണ്ടാവും. കാല് ചോദിച്ചാ പിന്നെ നീന്തലറിഞ്ഞിട്ട് കാര്യമില്ല. കൈയുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. വെള്ളം ഒരുപാട് കുടിച്ചെന്നാണ് തോന്നണത്. ഞാനിപ്പോ ഇല്ലായിരുന്നെങ്കിൽ. നിൽക്ക്. ആ വെള്ളത്തിൽ മുങ്ങിച്ചത്തിരുന്നെങ്കിൽ അതെങ്കിലും രക്ഷയായനെ. നീ എന്തിനാ എന്നെ രക്ഷിച്ചേ? ഒരു വക ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയരുത് കേട്ടാ. ആർക്കും വേണ്ടാത്തൊരു ജന്മം. വേറെ ആർക്കും വേണ്ടാന്ന് തന്നെത്താനിങ്ങ് തീരുമാനിച്ചാ പോരാ. എനിക്ക് വേണമെങ്കിലാ. തള്ളയില്ലാത്ത കൊച്ചിക്കാണ്. പിന്നെ ആകെ ഉള്ളതാണ് ഈ തന്ത. കൂലിക്ക് ഇതല്ല നടക്കണ വെറും ഒരു ചട്ടമ്പി. വലിയ മീനിന് അതിലും വലിയ മീൻ വിഴുങ്ങുന്നു പറഞ്ഞ പോലെ എന്നേക്കാളും പമ്പന ഏതെങ്കിലും ഒരു കൊമ്പന്റെ മുമ്പിൽ ചെന്ന് ഒടുങ്ങാനുള്ളതാണ് ഈ ജീവിതം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ എന്റെ മോക്ക് ആരും ഉണ്ടാവില്ല. അതിനു മുമ്പ് എനിക്ക് അവൾ ആരെയെങ്കിലും പിടിച്ചേൽപ്പിക്കണം. എന്റെ സ്വഭാവ ഗുണമനുസരിച്ച് അത്ര പെട്ടെന്ന് ആരും ഇങ്ങാട് വരൂല്ല. വന്ന 2-3 കേസ് എനിക്കത്ര ബോധിച്ചില്ല. നീ പറ, നിനക്കവളെ ഇഷ്ടമാണ്? കെട്ടിപ്പൊറപ്പിക്കാൻ ഉറപ്പണ്ട. ഉണ്ടെങ്കിൽ ജാതി മതവും പൈലി നോക്കൂല. അതല്ല കളിതമാശൻ എന്റെ മകളുടെ അടുത്തെടുക്കാൻ നോക്കണമെങ്കിൽ സഹിക്കൂല ഞാൻ. പറ, എന്താ നിന്റെ മനസ്സിൽ? വിശ്വസിച്ച ആരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല അച്ഛൻ. മതിയടാ, എനിക്ക് നിന്നെ വിശ്വാസമാണ്. 100 വട്ടം വിശ്വാസമാണ്. റാഹേലേ, ഇങ്ങോട്ട് വാടി. നിനക്കവന് ഇഷ്ടമാണ്? ഇഷ്ടമാണെന്ന് എനിക്ക്. പിന്നെ അപ്പന് സമ്മതാണെങ്കിൽ. നിങ്ങൾക്കിടെ ആചാരപ്രകാരം ഒരു നിലവിള കൂടിയിരിക്കട്ടെ എന്ന്. സാക്ഷിയും ക്ഷണിക്കപ്പെട്ടവരൊന്നും വേണ്ട. അനുഗ്രഹിക്കാൻ എന്റെ അന്നക്കുഞ്ഞിന്റെ ആത്മാവ് മുകളിലുണ്ട്. കണ്ണീരോടെ കണ്ടു നിൽക്കാൻ ഞാനും. നീ മിന്നൗക്കരത്തിലാട്ട് കെട്ട്. എന്റെ കെട്ടിയാനും തേടി ഞാനിവിടെ ഉണ്ടേ. വാ വാ, ചില ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നാട്ടിരി.
കാര്യം അമ്മായിയപ്പനും മരുമോനും ആണെങ്കിലും നമ്മ രണ്ട് ജാതിക്കാരാണേ. നീ ഇവളെ കെട്ടി എന്റെ പുരയിൽ പൊറപ്പിക്കുന്നത് ഞങ്ങളുടെ ആചാരപ്രകാരം കുറച്ചിലാണ്. നിങ്ങളുടെ ആചാരപ്രകാരം ശരിയായിരിക്കും കേട്ടാ, പക്ഷേങ്കി ഞങ്ങൾക്ക് കുറച്ചിൽ തന്നെയാണ്. ഒരു പണി അതിപ്പോ ഏത് നാട്ടിൽ ചെന്നാലും നിനക്ക് കിട്ടുമല്ല. ആ പേടിയില്ല. എന്റെ മോള് എന്നെ വിട്ടുപോണത് എനിക്ക് തന്നമാണ്. എന്നാലും നീ നിന്റെ നാട്ടിലായിട്ട് പോണം. പെറ്റതള്ള അവിടെയാണല്ല. ഇനി ഇവള് ശുശ്രൂഷിക്കേണ്ടത് എന്നെയല്ല, നിന്റെ തള്ളേനെയാണ്. പഴയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നതാ എന്റെ അമ്മ. പക്ഷെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാക്കടെ കൂടെ ഇറങ്ങിപ്പോരാൻ നേരത്ത് അവരതോർത്തില്ലല്ല. അവർക്ക് നിന്നെ മനസ്സിലാവൂടാ. ഇല്ലെങ്കിൽ നമ്മ മനസ്സിലാക്കിക്കും. ഇല്ലേ വേണ്ട. എവക്കടെ പേരിലെ നാഴി മണ്ണ് നിന്റെ നാട്ടിൽ ഞാൻ മേടിക്കും. അവിടെ നീ ഒരു പെര വെച്ച് എവളെ നിന്റെ വീട്ടിൽ പൊറപ്പിക്കണം. അതാണ് എനിക്കെന്തത്. നിന്റെ പേരിലൊരു പാവം പെണ്ണ് അവിടെ പേര് ദോഷം കേട്ടിട്ടുണ്ടല്ല, അതങ്ങോട്ട് മാറിക്കിട്ടേം ചെയ്യും. അമ്മ അഥവാ സ്വീകരിച്ചില്ലെങ്കിൽ തന്നെ ഇവളുടെ പേരിൽ നാഴി മണ്ണ് വാങ്ങിയിട്ട് വേണ്ട എനിക്ക് അവിടെ ഒരു കൂര പന്താൻ. എല്ലാം ഇട്ടെറിഞ്ഞു പോന്നപ്പോൾ തറവാട്ടിലൊരു അവകാശം ഇപ്പോഴും എനിക്ക് ബാക്കിയുണ്ട്. ഒരു നിമിഷവും നിൽക്കണം. ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണ് എന്റെ ഭാര്യ റാഹേൽ. എന്റെ അമ്മാവനാണ്. അച്ഛനെ കണ്ട ഓർമ്മയില്ല എനിക്ക്. ആ സ്ഥാനത്തോടെയുള്ള ആളാണ് എന്റെ കാരണവര്. വന്ന് അനുഗ്രഹം വാങ്ങും. നീ എന്താടി മിഴിച്ചു നിൽക്കണത്? ചെന്ന് കാലുകൊട്ട് നമസ്കരിക്കടി. വിവരമില്ലാഞ്ഞിട്ടാണ് കേട്ടാ. ഞങ്ങൾ കുടുംബക്കാരായിട്ട് വലിയ വാശിക്കാരാ, കണ്ടില്ലേ? കൊള്ളാമല്ല. വാ, വാ. ഉണ്ണിയുടെ അമ്മ കേക്കണേ, ഇവളെയും കൂട്ടി ഇങ്ങാട്ട് വരണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞപ്പ നിങ്ങൾക്കടെ മകനൊരു ശങ്ക. അല്ല, പഴയ പാരമ്പര്യത്തിൽ വളർന്ന ആളാണല്ല. ഒരു നസ്രാണി പെണ്ണിനെയും കൊണ്ട് വീട്ടിലായിട്ട് കയറി വന്നാല് ഞാൻ പറഞ്ഞ് വേറെ ആരെക്കാളും മകന്റെ മനസ്സ് മനസ്സിലാക്കാൻ അമ്മക്കേ കഴിയുള്ളൂ. ഇപ്പൊ എന്തായി? അതാ ഞാൻ പറഞ്ഞത്, ഈ അമ്മമാരുടെ മനസ്സെന്ന് പറയുന്നത് ഒരു മനസ്സ് തന്നെയാടാ. പപ്പനാവന വലിയ ആശാനോ താനിവിടെ? അത് പിന്നെ അല്ല, ആശാനിവിടെ. ഇയാളാണോ നീ പറഞ്ഞ പോലീസുകാരൻ? അതെ. കൊള്ളാവല്ല. നീ അകത്താട്ടിയല്ലേ? ഞങ്ങ പഴയ പരിചയക്കാരാണേ. അല്പം മുണ്ടിയും പറഞ്ഞൊക്കെ വരാ. പാടോ അപ്പനാവാ. നമ്മ തമ്മിലാവുമ്പോ മുഖവുര വേണ്ടല്ല. താൻ എന്റെ സ്റ്റേഷൻ അതിർത്തിയിലായിരുന്നപ്പ നമ്മ തമ്മിൽ 2-3 വട്ടം കോർത്ത്. അതിന്റെ അനുഭവം തനിക്കൊണ്ടേ. ഉണ്ണികൃഷ്ണൻ കെട്ടിയേക്കണത് എന്റെ മകളേണ് കേട്ടാ. അവക്കടയും കൂടി അമ്മയാണ് ആ പെമ്പറന്നൂര്. ആശാനെ അത് അതല്ലെന്ന് ഞാൻ പറഞ്ഞു വരണ വിഷയം. തന്റെ മകളെ കെട്ടിയേക്കണത് തയ്യക്കാരനല്ലേ, ഗോവിന്ദൻ. അവനൊരു 4-5 മാസമായിട്ട് എന്റെ പുറകെ നടക്കണേന്ന്. അവന്റെ അമ്മായിയപ്പൻ ഇവിടെ എങ്ങാണ്ടൊരു നായര് വീട്ടിൽ അടയിരിക്കണെന്നാ. അവിടെ നിന്നൊന്നും ഒരു തള്ളയുടെ അടുത്ത് തിരിച്ചാക്കിയ പറയണ കാശ് തരാമെന്നും പറഞ്ഞു. തൊഴിലിന് അച്ചാരം വാങ്ങിയ ഫൈലി അത് നടത്തിയിരിക്കുമെന്ന് തനിക്കറിയാവല്ല. വലിയാശാൻ എന്താണ് ഈ പറയണത്? സിമ്പിളാണ്. 2 വഴിയുണ്ട്. ഒന്ന് നുമ്മ തമ്മി പറഞ്ഞത് നുമ്മ മാത്രം അറിഞ്ഞാ മതി. ഇരു ചെവി അറിയാണ്ട് ഇന്ന് തന്നെ ഇവിടെ സ്ഥലം വിടുക. അല്ലെങ്കിൽ ഞാനങ്ങാട്ട് പോയി ഗോവിന്ദനെയും കൂട്ടി സന്നാഹങ്ങളുമായിട്ട് വന്ന് തന്നെ ഇവിടെ നിന്ന് പൊക്കിയെടുത്തോണ്ട് അങ്ങോട്ട് പോവാം. എന്തേ? അപമാനിക്കരുത്. ആ പറഞ്ഞത് ബുദ്ധി. കടകളൻ നിർത്തണോ?
ഏമാൻ എങ്ങോട്ടാ ഈ പാതിരാത്രിയില്? ഞാനെങ്ങോട്ടാ? ഞാൻ ടൗണിലേക്കാ. നാളെ ചന്തയല്ലേ? ഞാനും അങ്ങോട്ടാ. ട്ടോ. അല്ല, ഏമാന് ട്രാൻസ്ഫറാ? അല്ല, പിന്നെന്താ കൂടും കുടുക്കയൊക്കെ ആയിട്ട്? പെൻഷൻ ഇനി കുറച്ചേ ഉള്ളൂ. അവധി എടുത്ത് നാട്ടിൽ കഴിയാമെന്ന് വിചാരിച്ചു. എന്താ പാടില്ലേ? വണ്ടി വിടണോ? ഹൈ, 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 ഹൈ. ഞാൻ പോണേന്ന് കേട്ടാ. ഇതിപ്പോ 5-6 തവണയായല്ല പോണേണെന്ന് പറയണത്. അപ്പനിറങ്ങണേന്ന് പോലെ. ആ പിന്നെ പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും പറയണേനെ, മരുമകളായിട്ട് കാണരുത് കേട്ടാ. മകളായിട്ട് തന്നെ കാണണേ. തള്ളയില്ലാതെ വളർന്ന കൊച്ചിക്കേനെ. ഇങ്ങോട്ട് നോക്കിയേ. പോഴത്തും കാണിച്ചാ ശിക്ഷിച്ചോ, പക്ഷെ സ്നേഹക്കുറവ് മാത്രം കാണിക്കരുത് കേട്ടാ. വരട്ടെ. അപ്പന്റെ കാച്ചി എണ്ണ മോളെ എവിടെ വെച്ചേക്കണെന്നാ പറഞ്ഞ്? അലമാരിയുടെ മുകളിലത്തെ കള്ളില്. അപ്പൊ പോ. പോട്ടെ. മോനെ, എന്റെ പ്രാണനാണ് വീട്ടിൽ ചിറങ്ങുന്നത് കേട്ടാ.